സത്യം എപ്പോഴും നമ്മുടെ കൺമുമ്പിലുണ്ട്, പക്ഷേ നമ്മളത് കാണുന്നില്ല. എന്തുകൊണ്ടാണ് സൂഫി ഗുരുക്കന്മാർ പലപ്പോഴും സാധാരണക്കാർക്കിടയിൽ വേഷപ്രച്ഛന്നരായി മറഞ്ഞിരിക്കുന്നത്? അവർ നമ്മളെ ഭയപ്പെടുകയാണോ? അതോ നമ്മളവരെ തിരിച്ചറിയാൻ തയ്യാറല്ലാത്തതാണോ? മതം പലപ്പോഴും ഒരു കളിപ്പാട്ടം പോലെയാണ്. അത് നമ്മളെ മാറ്റുന്നില്ല. പകരം ഞാനൊരു വിശ്വാസിയാണെന്ന അഹംഭാവം നൽകി നമ്മെ പഴയപടി നിലനിർത്തുകയാണ്. യഥാർത്ഥ പ്രാർത്ഥന ഒരു മരണമാണ്. പഴയ മനുഷ്യൻ മരിക്കുകയും ഒരു പുതിയ ബോധം ജനിക്കുകയും ചെയ്യുന്ന വിപ്ലവം. പുരോഹിതർ ശിരസിൽ ജീവിക്കുമ്പോൾ സൂഫി ഹൃദയത്തിലാണ് ജീവിക്കേണ്ടത്. ബുദ്ധിക്ക് സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിയില്ല. അറിവല്ല, അനുഭവമാണ് സൂഫിസത്തിൻ്റെ വഴി. അന്ധനായ ഒരാൾക്ക് വെളിച്ചത്തെക്കുറിച്ച് ഉപദേശങ്ങൾ നൽകുന്നതിൽ അർത്ഥമില്ല. അവൻ്റെ കണ്ണ് തുറപ്പിക്കുകയാണ് ആദ്യം വേണ്ടത്. വിശ്വാസമല്ല, ഉണർവാണ് നമുക്ക് വേണ്ടത്. സദാചാര നിയമങ്ങളുടെ ചട്ടക്കൂടിലല്ല, സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തിലാണ് ആനന്ദം കുടികൊള്ളുന്നത്. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ സാഹസിക യാത്രയിൽ ഗുരു നിങ്ങളെ കണ്ടെത്തിയിരിക്കും. പ്രിയമുള്ള ആത്മാന്വേഷികളെ, സത്യാന്വേഷണത്തിൻ്റെ മറ്റൊരു വിശുദ്ധ മണ്ഡലത്തിലേക്ക് നിങ്ങളെ ഏവരെയും ദിവ്യബോധത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ വളരെ വിചിത്രമായ ഒരു ചോദ്യത്തിനു മുൻപിലാണ് നിൽക്കുന്നത്. ലോകത്തുനിന്ന് 10,000-കണക്കിന് മതങ്ങളുണ്ട്. ഓരോ മതത്തിനും അതിൻ്റേതായ ചട്ടക്കൂടുകളും നിയമങ്ങളും എല്ലാമുണ്ട്. എന്നിട്ടും മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത്? മതമൊരു പരിഹാരമാകേണ്ടതിന് പകരം എന്തുകൊണ്ടാണ് അതൊരു തടസ്സമായി മാറുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സൂഫിസം എന്ന കലാപത്തെക്കുറിച്ചാണ്. സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതത്തിൻ്റെ ഇരുമ്പുമറകൾക്കുള്ളിൽ ശ്വാസം മുട്ടുന്ന ദൈവത്തെ വീണ്ടും പ്രണയത്തിൻ്റെ ആകാശത്തേക്ക് മോചിപ്പിക്കുന്ന വിപ്ലവമാണിത്. സൂഫിസത്തെക്കുറിച്ച് പൊതുവെ ചോദിക്കപ്പെടുന്ന ചോദ്യമെന്നത്, സൂഫിസം ഏതെങ്കിലും മതത്തിന് മുൻപേ ഉള്ളതാണോ അതോ അതൊരു കലാപമാണോ എന്നാണ്. ജീവൻ തുടിക്കുന്ന ഏതൊരു സത്യവും ഇവ രണ്ടുമാണ്. അത് പ്രപഞ്ചത്തോളം പഴക്കമുള്ള സനാതന സത്യമാണ്. അതേസമയം തന്നെ അത് പഴയതിനെയെല്ലാം തകർക്കുന്ന നവീനമായ ഒരു കലാപവുമാണ്. സത്യത്തിന് കാലപ്പഴക്കമില്ല. അത് മുഹമ്മദ് നബിക്കും ബുദ്ധനും ക്രിസ്തുവിനും മുൻപേ ഉണ്ടായിരുന്നു. പക്ഷേ മനുഷ്യൻ എപ്പോഴെല്ലാം ആ സത്യത്തെ ഒരു സ്ഥാപനമായി മാറ്റുന്നുവോ അപ്പോഴെല്ലാം അതിൻ്റെ അന്തസത്ത അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സൂഫിസം ഇസ്ലാമിൻ്റെ ഹൃദയമാണ്. എന്നാൽ അതേസമയം തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിപ്പൊക്കിയ വ്യവസ്ഥാപിത താൽപ്പര്യങ്ങൾക്കെതിരായ ഒരു ഇടിവാൾ കൂടിയാണതെന്ന് ഓഷോ പറയുന്നു. ഇവിടെ മനുഷ്യർ സത്യത്തെ ഭയപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. കാരണം യഥാർത്ഥ സത്യം നമ്മെ പാടെ തകർത്ത് കളയും. അത് നമ്മെ അപകടത്തിലാക്കും. അത് നമ്മെ രൂപാന്തരപ്പെടുത്തും. ആ മാറ്റത്തെ ഭയന്നാണ് നമ്മൾ മതങ്ങളെ സ്ഥാപനങ്ങളായി മാറ്റുന്നത്. ഈ പള്ളികളും അമ്പലങ്ങളും സ്ഥാപനങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യന് നൽകുന്നത് ഒരുതരം ആശ്വാസമാണ്. പഴയ അഹംഭാവം ഒട്ടും കളയാതെ തന്നെ താനൊരു വലിയ മതവിശ്വാസിയാണെന്നുള്ള മിഥ്യാധാരണ അത് നൽകുന്നു. ഓഷോ ഇതിനെ വിശേഷിപ്പിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ എന്നാണ്. ഇത് നമ്മെ അപകടപ്പെടുത്തുന്നില്ല, നമ്മെ രൂപാന്തരപ്പെടുത്തുന്നുമില്ല. പഴയ സ്വഭാവവും പഴയ അതേ അസൂയയും ഭയവുമായി നമ്മൾ ആരാധനാലയങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, തിരികെ വരുന്നു. ഇവിടെ നമ്മൾ വഞ്ചിക്കുന്നത് ദൈവത്തെയല്ല, നമ്മളെ തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് വെറും ശാരീരികമായ ചേഷ്ടകൾ മാത്രമായി ഒതുങ്ങുകയാണ്. ചുണ്ടുകൾ മന്ത്രിക്കുന്നുണ്ട്, ശരീരം കുനിയുന്നുമുണ്ട്, പക്ഷെ ഹൃദയം മറ്റെവിടെയോ ആണ്. ഒരു മതഭക്തനായി സമുദായത്തിൽ അറിയപ്പെടാൻ നാം ഈ കപടത തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.
യഥാർത്ഥ പ്രാർത്ഥന എന്നതോ അതൊരു മരണമാണ്. പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്ന ആ പഴയ മനുഷ്യൻ അവിടെ മരിക്കണം. അവിടെ നിന്ന് തിരിച്ചു വരുന്നത് മുമ്പ് നിലനിന്നിട്ടില്ലാത്ത തികച്ചും വ്യത്യസ്തനായ പുനർജന്മം പ്രാപിച്ച പുതിയൊരു ബോധമായിരിക്കണം. ഈ മരണത്തെ ഭയന്നാണ് മനുഷ്യൻ സ്ഥാപനങ്ങളുടെയും ആചാരങ്ങളുടെയും പുറന്തോടിനുള്ളിൽ ഒളിക്കുന്നത്. സത്യമെന്നത് ഒരു പൂവിനെ പോലെ മൃദുലമാണ്. എന്നാൽ വ്യവസ്ഥാപിത മതങ്ങൾ പാറ പോലെ കഠിനവുമാണ്. ചരിത്രത്തിൽ എപ്പോഴെല്ലാം ഒരു മിസ്റ്റിക് തൻ്റെ ഹൃദയത്തിലെ സത്യം വെളിപ്പെടുത്തിയോ അപ്പോഴെല്ലാം ആൾക്കൂട്ടം കല്ലുകളുമായി അവരെ നേരിട്ടിട്ടുണ്ട്. അതാണ് ചരിത്രം. ഒരു പൂവിന് നേരെ കല്ലെറിയുമ്പോൾ കല്ലിനൊന്നും സംഭവിക്കില്ല. അവിടെ പൂവ് മാത്രമാണ് തകർന്നു പോകുന്നത്. മൻസൂറിനെയും ജീസസിനെയും സോക്രട്ടീസിനെയും പോലുള്ളവർ വധിക്കപ്പെട്ടത് അവർ അധർമ്മം പ്രവർത്തിച്ചതുകൊണ്ടല്ല, മറിച്ചവർ സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ്. ആൾക്കൂട്ടത്തിന് ഒരിക്കലും സത്യത്തെ സഹിക്കാൻ കഴിയില്ല. അവർക്ക് സ്ഥാപനങ്ങളെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. പക്ഷേ ആ പൂവ് തകർന്നു പോയാലും അതിൻ്റെ സുഗന്ധം കാലാതീതമായി ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ സുഗന്ധത്തെയാണ് നാം സൂഫിസം എന്ന് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു മതഗ്രന്ഥങ്ങളിലുമല്ല, നമ്മുടെയെല്ലാം ഹൃദയത്തിൻ്റെ ആഴങ്ങളിലാണ് ദൈവം ഇരിക്കുന്നത്. സ്ഥാപനങ്ങളുടെ ചങ്ങലകൾ പൊട്ടിച്ച് ആ ദിവ്യബോധത്തിലേക്ക് ഉണരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മതമെന്ന വ്യവസ്ഥാപിത ചട്ടക്കൂടിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ഏറ്റവും പവിത്രമായ ഒരു ഇടത്തിലേക്കാണ്, അതായത് പ്രാർത്ഥനയിലേക്കാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ സത്യത്തിൽ എന്താണ്? അവ നമ്മെ മാറ്റിമറിക്കുന്നുണ്ടോ? അതോ നമ്മളൊരു ശീലമെന്ന നിലയിൽ അത് ആവർത്തിക്കുക മാത്രമാണോ ചെയ്യുന്നത്? യഥാർത്ഥ പ്രാർത്ഥന എന്നത് അപകടകരമായ ഒരു പ്രവൃത്തിയാണ്. അതേതെങ്കിലും മതഗ്രന്ഥത്തിലെ വരികൾ ചൊല്ലലല്ല, മറിച്ച് അതൊരു മരണമാണ്. ഒരു മനുഷ്യൻ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ പഴയ അസ്തിത്വം അവിടെ മരിക്കേണ്ടതുണ്ട്. ആ പഴയ മനുഷ്യന് ഒരിക്കലും പ്രാർത്ഥനയിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല. അവിടെ സംഭവിക്കുന്നത് ഒരു പുനർജന്മമാണ്. മുൻപൊരിക്കലും നിലനിന്നിട്ടില്ലാത്ത, ഭൂതകാലത്തിൻ്റെ തുടർച്ചയല്ലാത്ത, തികച്ചും പുതുതായ ഒരു ബോധം അവിടെ ജനിക്കുകയാണ്. നമ്മളവിടെ പൂർണ്ണമായും നഷ്ടപ്പെടണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ നമ്മെ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. പക്ഷെ മനുഷ്യൻ വളരെ തന്ത്രശാലിയാണ്. ഈ ആത്മീയ മരണത്തെ ഭയന്ന് അവൻ വ്യാജമായ പ്രാർത്ഥനകളെ സൃഷ്ടിക്കുകയാണ്. ഹൃദയമില്ലാത്ത വെറും ശാരീരിക ചേഷ്ടകളാണവ. നാം പള്ളികളിലോ അമ്പലങ്ങളിലോ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ളിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. എന്നിട്ടും നമ്മളത് തുടരുകയാണ്. കാരണം അത് സമൂഹത്തിൽ നമുക്കൊരു മാന്യത നൽകുന്നുണ്ട്. ജനങ്ങൾ നമ്മെ മതഭക്തനായി കണക്കാക്കും. പക്ഷേ അപ്പോഴും നമ്മൾ പഴയ അതേ മനുഷ്യനായി തന്നെ തുടരുകയാണ്. യഥാർത്ഥ മതം നമ്മളെ നശിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് സത്യം ഉദിച്ചു വരുന്നത്. ധൈര്യശാലികൾക്ക് മാത്രമേ ഈ സത്യത്തെ നേരിടാൻ കഴിയൂ. ഭീരുക്കൾക്ക് കപടമതത്തിൻ്റെ സുരക്ഷിതത്വം മാത്രം മതിയാകും. ഭൂരിഭാഗം മനുഷ്യരും ഭീരുക്കളാണ്. അതുകൊണ്ടാണ് അവർ കപടമായ ഒരു മതത്തെ സൃഷ്ടിക്കുന്നതെന്ന് ഓഷോ പറയുന്നു. ഈ കപടതയ്ക്കെതിരെ വിപ്ലവം നയിക്കുന്നവരാണ് സൂഫി മിസ്റ്റിക്കുകൾ. അവർ സ്ഥാപനങ്ങൾക്കെതിരാണ്. ആൾക്കൂട്ട മനസ്സിൻ്റെ മനോവിഭ്രാന്തിക്ക് സത്യം പറയുന്ന ഒരാളെ സഹിക്കാൻ കഴിയില്ല. അവർക്കൊരു ജീസസിനെയോ മൻസൂറിനെയോ കൊല്ലാൻ എളുപ്പമാണ്. പക്ഷേ അവർക്കത്തരം ഒരു സത്യത്തെ സൃഷ്ടിക്കാൻ കഴിയില്ല.
ഓർക്കുക, പൂവും കല്ലും തമ്മിൽ സംഘട്ടനമുണ്ടായാൽ പൂവാണ് നശിപ്പിക്കപ്പെടുക. ദൈവികത ഈ ലോകത്തേക്ക് വരുമ്പോൾ അത് പൂവിനെ പോലെ മൃദുലമാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിലുടനീളം ഉന്നതമായ സത്യങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അജ്ഞാതമായ പ്രകാശത്തിന് വാതിൽ തുറക്കുക എന്നതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. ആ പ്രകാശം വരുമ്പോൾ നമ്മുടെ കപടതകൾ കരിഞ്ഞു പോകും. നിങ്ങൾ തയ്യാറാണെങ്കിൽ, ആ മരണത്തിന് നിങ്ങൾ സന്നദ്ധനാണെങ്കിൽ, പ്രാർത്ഥന നിങ്ങളെ ദൈവത്തിൻ്റെ ആകാശത്തിലേക്ക് എത്തിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ വെറും വാക്കുകളാകാതിരിക്കട്ടെ. നമ്മൾ മതത്തിൻ്റെ തടവറകളെയും പ്രാർത്ഥനയുടെ പുനർജന്മത്തെയും കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി നമ്മൾ ഏറ്റവും ഗൗരവമേറിയ ഒരു സംഘട്ടനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് ബുദ്ധിയും ഹൃദയവും തമ്മിലുള്ള സംഘട്ടനമാണ്. ഒരു പുരോഹിതനും മിസ്റ്റിക്കും ഒരേ മതം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവർ ജീവിക്കുന്നത് രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലാണ്. ഒരു പുരോഹിതൻ ജീവിക്കുന്നത് ശിരസിലാണ്. അയാൾ സിദ്ധാന്തങ്ങളെ മെനഞ്ഞുണ്ടാക്കും. ആചാരങ്ങളിലും തത്വങ്ങളിലും അയാൾ അങ്ങേയറ്റം പ്രഗത്ഭനായിരിക്കും. അയാളുടേത് അറിവുള്ളതും നിയമപരമായൊരു മനസ്സുമാണ്. എന്നാൽ അയാളുടെ ഹൃദയം ഒരു മരുഭൂമി പോലെയാണ്. അവിടെ ഒന്നും തന്നെ വിരിയുന്നില്ല, ഒന്നും തന്നെ ഒഴുകുന്നുമില്ല. പുരോഹിതർ വെളിച്ചത്തെ കണ്ടിട്ടില്ല. അയാൾ വെളിച്ചത്തിൽ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അയാൾ സിദ്ധാന്തങ്ങളുടെ ഒരു ഭാണ്ഡക്കെട്ട് പേറി നടക്കുന്നുണ്ടാവും. പക്ഷേ ആ സത്യത്തിൻ്റെ ഒരു തുള്ളി പോലും അയാൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. മറുഭാഗത്തൊരു മിസ്റ്റിക് ജീവിക്കുന്നത് ഹൃദയത്തിലായിരിക്കും. പ്രാർത്ഥനാ നിരതനായ അവൻ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചത്തെ കാണുന്നത്. അവൻ അറിവിനേക്കാൾ സ്നേഹത്തിൻ്റെ ഭാഷയാണ് അറിയാവുന്നത്. മിസ്റ്റിക് വെളിച്ചത്തെ കണ്ടിട്ടുണ്ട്. അത് അവനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു വിശ്വാസമല്ല, മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ്. സ്നേഹം അവൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്നിരിക്കുകയാണ്. ഹൃദയം ശിരസിനേക്കാൾ ആഴമുള്ളതായതുകൊണ്ട് ഒരു മിസ്റ്റിക്കിന് പുരോഹിതനെ മനസ്സിലാക്കുവാൻ കഴിയും. പക്ഷെ ഒരു പുരോഹിതന് മിസ്റ്റിക്കിനെ മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല. ഈ വ്യത്യാസം മനസ്സിലാക്കാൻ ദസ്തയേവ്സ്കിയുടെ ഒരു മനോഹരമായ കഥ നമുക്ക് നോക്കാം. 1800 വർഷങ്ങൾക്ക് ശേഷം ജീസസ് വീണ്ടും ഭൂമിയിലേക്ക് വന്നുവെന്നും ആളുകൾ ജീസസിനെ തിരിച്ചറിഞ്ഞില്ല. അവർ ജീസസിനെ പരിഹസിക്കുകയാണ് ചെയ്തത്. എന്നാൽ അവിടുത്തെ പ്രധാന പുരോഹിതൻ ജീസസിനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അയാൾ ജീസസിനെ അവിടെ നിന്ന് ഒരു ഇരുട്ടറയിൽ ബന്ധിക്കുകയാണ് ചെയ്തത്. അർദ്ധരാത്രിയിൽ ആ പുരോഹിതൻ ജീസസിനെ കാണാൻ വന്നു. അയാൾ ജീസസിന് മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ചോദിച്ചു, അങ്ങ് എന്തിനാണ് വീണ്ടും വന്നത്? ഞങ്ങളിവിടെ അങ്ങയുടെ പണി വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചട്ടക്കൂടുകളും സ്ഥാപനങ്ങളും ഉണ്ടാക്കി ആളുകളെ നിയന്ത്രിക്കുന്നുണ്ട്. അങ്ങ് വീണ്ടും വന്നാൽ ഈ വ്യവസ്ഥാപിത സൗകര്യങ്ങളെല്ലാം തകരും. അതുകൊണ്ട് ദയവായി അങ്ങ് മടങ്ങിപ്പോകണം. അങ്ങ് ഞങ്ങളെ ശല്യം ചെയ്യരുതെന്ന്. ഇതാണ് ഒരു പുരോഹിതൻ്റെ മനോഭാവം. അയാൾക്ക് വ്യവസ്ഥിതികളെയും സ്ഥാപനത്തെയുമാണ് വേണ്ടത്, ജീവനുള്ള സത്യത്തെയല്ല. ഒരു താഴ്വരയിലിരിക്കുന്ന ഒരാൾക്ക് കുന്നിൻ മുകളിൽ ഇരിക്കുന്നവനെ മനസ്സിലാക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. എന്നാൽ കുന്നിൻ മുകളിൽ ഇരിക്കുന്നവന് താഴെയുള്ളവനെ മനസ്സിലാക്കാൻ കഴിയും. മിസ്റ്റിക് ആത്മീയതയുടെ കൊടുമുടിയിലാണുള്ളത്. അവിടുന്ന് അയാൾ എല്ലാവരെയും കാരുണ്യത്തോടെ നോക്കുകയാണ്. പുരോഹിതർ ഭയത്തിലാണ് ജീവിക്കുന്നത്. താൻ കെട്ടിപ്പൊക്കിയ ചട്ടക്കൂടുകൾ തകരുമോ എന്ന ഭയം. സൂഫി ഒരു കലാപകാരിയാണ്. കാരണം അയാൾ സത്യം കണ്ടിട്ടുണ്ട്. കണ്ടവനൊരിക്കലും അന്ധവിശ്വാസങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, അന്ധനായ ഒരാൾക്ക് വെളിച്ചത്തെക്കുറിച്ച് ഉപദേശങ്ങൾ നൽകുന്നതിൽ അർത്ഥമുണ്ടോ? മറിച്ച് അവൻ്റെ കണ്ണ് തുറപ്പിക്കുകയാണ് വേണ്ടത്. സൂഫിസം ഇവിടെ അറിവ് നൽകുന്നില്ല, പകരം അതൊരു ചികിത്സയാണ് നൽകുന്നത്. ഒരു പുരോഹിതനും ഒരു മിസ്റ്റിക്കും തമ്മിലുള്ള
വ്യത്യാസത്തെ നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇനി നമ്മൾ വിചിത്രമായ ഒരു ലോകത്തേക്ക് കടക്കുകയാണ്. അത് ഹൃദയത്തിൻ്റെ ലോകമാണ്. നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത, ഇന്ദ്രിയങ്ങൾക്ക് തൊടാൻ കഴിയാത്ത രഹസ്യങ്ങളാണ് ഇവിടെയുള്ളത്. സൂഫിസം പറയുന്നത് അന്ധമായിരിക്കുന്നത് കണ്ണുകളല്ല, മറിച്ച് നമ്മുടെ ഹൃദയമാണ് എന്നാണ്. ആ ഹൃദയത്തിൻ്റെ കണ്ണുകൾ എങ്ങനെ തുറക്കാമെന്ന് നോക്കാം നമുക്ക്. സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ മാത്രം വെളിപ്പെടുന്ന സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? യുക്തി കൊണ്ട് ജീവിക്കുന്ന ഒരാളും ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ഒരാളും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു വിനിമയം സാധ്യമാണോ? അസാധ്യമാണ്. പുരോഹിതൻ അറിവിൻ്റെ ഭാഷ സംസാരിക്കുമ്പോൾ സൂഫി സംസാരിക്കുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. അറിവെന്നതൊരു പണ്ഡിതനെ സംബന്ധിച്ച് വെറും വിവരങ്ങൾ മാത്രമാണ്. എന്നാൽ സൂഫിയെ സംബന്ധിച്ച് അത് ദർശനമാണ്. കാരണം അയാൾ കണ്ടു കഴിഞ്ഞു. കണ്ടവൻ പറയുന്ന സത്യങ്ങൾ കാണാത്തവർക്ക് വെറും അസംബന്ധമായി തോന്നും. അത് കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ്. ഇതിനെ ലളിതമായി വിവരിക്കാൻ ഓഷോ ഒരു കഥ പറയുന്നുണ്ട്. മതിൽപ്പാളത്തിനിടയിൽ ജീവിക്കുന്ന ഒരു ഒച്ചിനെ ഒരു മനുഷ്യൻ കണ്ടുമുട്ടുകയുണ്ടായി. മനുഷ്യൻ തൻ്റെ ലോകത്തെക്കുറിച്ച് ഒച്ചിനോട് പറഞ്ഞു. മനുഷ്യൻ വേഗത്തിൽ നടക്കുമെന്നും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുമെന്നും അവൻ വിവരിച്ചു. അവൻ്റെ വീടുകളിൽ നിന്നും മറ്റുള്ള വീടുകളിലേക്കും സഞ്ചരിക്കുമെന്ന് വിവരിച്ചു. അക്ഷരങ്ങളിലൂടെ ചിന്തകൾ കൈമാറുന്ന വിദ്യയെക്കുറിച്ചും അവൻ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഒച്ചു പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നീ വലിയൊരു നുണയനാണ്. എന്തുകൊണ്ടാണ് ഒച്ചങ്ങനെ പറഞ്ഞത്? കാരണം ഒച്ചിൻ്റെ ലോകം അതിൻ്റെ പുറത്തുള്ള തോടിനുള്ളിൽ മാത്രം ഒതുങ്ങുകയാണ്. അതിനപ്പുറത്തേക്കുള്ളത് ഒന്നും അതിന് സത്യമല്ല. അതുപോലെയാണ് യുക്തിയിൽ തളച്ചിടപ്പെട്ട മനുഷ്യരും. അവർക്ക് മിസ്റ്റിക്കുകൾ പറയുന്ന അതീന്ദ്രിയ സത്യങ്ങൾ വെറും കള്ളമായോ ഭ്രാന്തായോ തോന്നും. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും ഒതുങ്ങാത്ത സത്യങ്ങളെ കാണാൻ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കേണ്ടതുണ്ട്. സ്നേഹമാണ് ആ കണ്ണുകൾ തുറക്കുവാനുള്ള താക്കോൽ. ഒരിക്കൽ നമ്മൾ സ്നേഹത്തിലൂടെ ആ സത്യത്തെ കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്തെ നമുക്ക് പഴയതുപോലെ കാണാൻ കഴിയില്ല. പണ്ഡിതൻ വെളിച്ചത്തെക്കുറിച്ച് സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നു, പക്ഷേ അയാൾ അന്ധനാണ്. സൂഫി വെളിച്ചത്തെക്കുറിച്ച് തൊട്ടറിയുകയാണ്. അന്ധനായ ഒരാൾക്ക് വെളിച്ചത്തെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നതിൽ ഒരു കാര്യവുമില്ല. മറിച്ച് അയാളുടെ കണ്ണുകൾക്ക് ചികിത്സ നൽകുകയാണ് വേണ്ടത്. സൂഫിസം എന്നത് ആ ആത്മീയ ചികിത്സയാണ്. സത്യം കാണുന്നവൻ എപ്പോഴും ഒരു കലാപകാരിയായിരിക്കും. കാരണം താൻ കണ്ട സത്യത്തെ ജനക്കൂട്ടത്തിൻ്റെ വ്യാജ വിശ്വാസങ്ങളുമായി ഒത്തുതീർപ്പാക്കാൻ അയാൾക്ക് ഒരിക്കലും കഴിയില്ല. അന്ധരായ ആളുകളുടെ വെളിച്ചത്തെക്കുറിച്ചുള്ള മൂഢധാരണകളെ അയാൾക്ക് അംഗീകരിക്കാനും സാധിക്കില്ല. ഈ സത്യസന്ധതയാണ് അവരെ വിപ്ലവകാരികളാക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ യുക്തിവിരുദ്ധമായി തോന്നും. ദൈവം ഒരേ സമയം അടുത്താണെന്നും അകലെയാണെന്നും അവർ പറയും. ബുദ്ധിക്കിത് വൈരുദ്ധ്യമാണ്, പക്ഷേ ഹൃദയത്തിനിത് പൂർണ്ണതയുമാണ്. സത്യമെന്നത് വിശ്വസിക്കേണ്ട ഒന്നല്ല, മറിച്ച് അറിയേണ്ട ഒന്നാണ്. നമ്മുടെ ആന്തരിക പരീക്ഷണശാലയിൽ അതിനായി നമ്മൾ സ്വയം ഉണരേണ്ടതുണ്ട്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂഫിസത്തിലെ ഏറ്റവും വിചിത്രമായ ഒരു രഹസ്യത്തെക്കുറിച്ചാണ്. അത് ഗുരുക്കന്മാരുടെ അദൃശ്യതയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് മഹാനായ ഒരു സൂഫി ഗുരു നിങ്ങളുടെ അയൽപക്കത്തൊരു സാധാരണ നെയ്ത്തുകാരനായോ തോൽപ്പണിക്കാരനായോ ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ പണ്ഡിതന്മാരെ പോലെ സ്വയം പ്രഖ്യാപിക്കാത്തത്? നമ്മളിപ്പോൾ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ രഹസ്യ ഉടമ്പടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സൂഫികൾ സ്വയം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാറില്ല. അവർ അദൃശ്യരായി നിലകൊള്ളുകയാണ് ചെയ്യുക. ശരിയായ അന്വേഷകർക്ക് മുമ്പിൽ മാത്രമാണ് അവർ പ്രത്യക്ഷപ്പെടുകയുള്ളത്.
നമ്മളൊരു അന്വേഷകനല്ലെങ്കിൽ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു ഗുരു നമ്മുടെ തൊട്ടടുത്ത് ജീവിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ സത്യത്തിന് വേണ്ടിയുള്ള ദാഹം തുടങ്ങുമ്പോൾ നിഗൂഢമായ ഏതോ ഒരു വഴിയിലൂടെ ഗുരു നമ്മെ കണ്ടെത്തും. സൂഫി ഗുരുക്കന്മാർ നമ്മെ നിരീക്ഷിക്കുന്നുണ്ടാകും, പക്ഷെ നമ്മളത് അറിയുക പോലുമില്ല. ഈ അദൃശ്യത എന്നാലെന്തെന്ന് വിശദീകരിക്കാൻ ഒരു ഗുരുവിൻ്റെ കഥയുണ്ട്. അതിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഒരിക്കൽ സൂഫി സന്യാസിമാരെ തിരഞ്ഞുപിടിക്കാൻ പട്ടാളക്കാർ വരികയുണ്ടായി. അവിടുത്തെ സൂഫി ഗുരുവിൻ്റെ കൈവശം പവിത്രമായ ഒരു സൂഫി ഗ്രന്ഥവും ഉണ്ടായിരുന്നു. പട്ടാളക്കാർ ആ ഗ്രന്ഥം കണ്ടാൽ അവർ സൂഫികളാണെന്ന് ഉറപ്പിക്കും. അവിടെ ഗുരു ഒരു വിദ്യ ഉപയോഗിച്ചു. തനിക്ക് ആ പുസ്തകം അറിയില്ലെന്ന് അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം അത് അവരുടെ മുമ്പിൽ വെച്ച് കത്തിച്ചു കളഞ്ഞു. ഒരു സൂഫി ഒരിക്കലും തൻ്റെ പവിത്ര ഗ്രന്ഥം കത്തിക്കില്ലെന്ന് വിശ്വസിച്ചിരുന്ന ആ പട്ടാളക്കാർ അവരെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. ഇവിടെ ഗുരു ആ പട്ടാളക്കാർക്ക് അദൃശ്യനായി മാറുകയായിരുന്നു. ഈ കഥയുടെ സാരമെന്നത് ആളുകളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ടാണ് സൂഫികൾ തങ്ങളുടെ യഥാർത്ഥ അസ്തിത്വത്തെ മറച്ചു പിടിക്കുക എന്നതാണ്. എന്തിനാണ് അവർ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം അവർക്ക് തങ്ങളുടെ ഊർജത്തെയും സമയത്തെയും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനുള്ളത് കൊണ്ടാണ് എന്നതാണ്. കേവലം ജിജ്ഞാസയുമായി വരുന്നവർക്ക് വേണ്ടി അവർ സമയം പാഴാക്കാറില്ല എന്ന് സാരം. അവർ തിരയുന്നത് തങ്ങളുടെ ജീവിതം തന്നെ പണയപ്പെടുത്തുവാൻ തയ്യാറുള്ള യഥാർത്ഥ സാധകരെയാണ്. വിത്തുകൾ മരുഭൂമിയിൽ വിതയ്ക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടവർ സാധാരണക്കാർക്കിടയിൽ അദൃശ്യരായി നിൽക്കുകയും അർഹരായവർക്ക് മാത്രം ലഭ്യമാകുകയും ചെയ്യുന്നു. പണത്തെക്കാളും പ്രശസ്തിയേക്കാളും അവർക്ക് വലുതൊരു ശിഷ്യൻ്റെ ഉള്ളിലെ സത്യത്തിൻ്റെ ഉണർവാണ്. ലോകത്തിൽ 3 തരം ആളുകളുണ്ട്. വെറുതെ കേൾക്കാൻ വരുന്ന ജിജ്ഞാസുക്കൾ, എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്ന അന്വേഷകർ, പിന്നെ സർവ്വതും സമർപ്പിക്കാൻ തയ്യാറുള്ള സാധകർ. ഒരു സൂഫി ഗുരു പ്രവർത്തിക്കുന്നത് ഈ 3ാമത്തെ വിഭാഗത്തോടൊപ്പമാണ്. ജിജ്ഞാസുക്കൾക്ക് ഗുരു എപ്പോഴും അദൃശ്യനായിരിക്കും. അയാൾക്ക് ആ ഗുരുവിനെ ഒരു സാധാരണ മനുഷ്യനായി മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ ഒരു സാധകനെ സംബന്ധിച്ച് ഗുരു അവൻ്റെ ജീവശ്വാസമാണ്. ഗുരുവിനെ കണ്ടെത്തുക എന്നതിനർത്ഥം നമ്മിലെ അന്വേഷിയെ ഉണർത്തുക എന്നാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂഫികൾ എങ്ങനെയാണ് ലോകത്തിനു മുൻപിൽ അദൃശ്യരാകുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഒരു വ്യക്തിക്ക് ശാരീരികമായി ഇവിടെ ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു രഹസ്യ ജീവിതം നയിക്കാം? എന്തിനാണവർ ഈ അദൃശ്യത ഒരു ആഭരണമായി കൊണ്ട് നടക്കുന്നത്? സൂഫികൾ ബോധപൂർവം വേഷപ്രജ്ഞരാകുന്നത് തങ്ങളുടെ ആത്മീയ ഊർജത്തെ സംരക്ഷിക്കാനാണ്. ജനക്കൂട്ടത്തിന് മുമ്പിൽ ദൃശ്യനാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. എന്നാൽ സൂഫികൾക്ക് പേരിലോ പ്രശസ്തിയിലോ യാതൊരുവിധ താല്പര്യവും ഉണ്ടാവില്ല. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾക്ക് മുൻകൂട്ടി പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ പെരുമാറും. ഒരു സെക്കൻഡിനുള്ളിൽ ദൃശ്യനാകാനും അടുത്ത സെക്കൻഡിൽ അദൃശ്യനാകാനും അവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഒരേ സമയം ഒരാൾക്ക് കാരുണ്യവാനും മറ്റൊരാൾക്ക് ക്രൂധനായും സ്വയം വെളിപ്പെടുവാൻ അവർക്ക് സാധിക്കും. സൂഫി ഗുരുക്കന്മാർ ജനക്കൂട്ടത്തിൽ താല്പര്യമുള്ളവരല്ല. അവർ വ്യക്തികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജിജ്ഞാസ കൊണ്ട് മാത്രം വരുന്ന ആളുകൾക്ക് മുമ്പിൽ അവർ എപ്പോഴും അദൃശ്യരായിരിക്കും. കാരണം അത്തരക്കാർ ഗുരുവിൻ്റെ ഊർജത്തെയും സമയത്തെയും നഷ്ടപ്പെടുത്തുകയുള്ളൂ. തൻ്റെ വിത്തുകൾ ഒരു മരുഭൂമിയിൽ വിതയ്ക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് ഒരു സൂഫി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ അന്വേഷകർക്ക് മാത്രം തങ്ങളെ ലഭ്യമാക്കിക്കൊണ്ടവർ ലോകത്തിനു മുൻപിൽ മറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ അയൽപക്കത്ത് ഒരു സാധാരണ കച്ചവടക്കാരനായോ ഹോട്ടൽ നടത്തുന്നവനായോ ഒരു സൂഫി ഗുരു ജീവിച്ചിരിക്കുന്നുണ്ടാകാം. നമ്മൾ ഓരോ ദിവസവും അയാളെ കണ്ടുമുട്ടുന്നുണ്ടാകാം. പക്ഷേ നമ്മളൊരു യഥാർത്ഥ അന്വേഷകനല്ലെങ്കിൽ ആ മനുഷ്യൻ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ലൗകികമായ കണ്ണുകൾ ഉപരിതലത്തിലേക്ക് മാത്രമല്ലേ നോക്കുകയുള്ളൂ. ആഴങ്ങളിലേക്ക് നോക്കുന്ന അന്വേഷകർക്ക് മാത്രമേ
അദൃശ്യതയുടെ ആ തിരശ്ശീലയെ നീക്കി ഗുരുവിനെ കാണാൻ കഴിയൂ. സൂഫി ഗുരുക്കന്മാർ പലപ്പോഴും തങ്ങളുടേതായ ഒരു ചെറിയ ലോകം അല്ലെങ്കിൽ ഒരു കമ്മ്യൂൺ സൃഷ്ടിക്കും. അവിടെ എത്തുന്ന ഓരോ വ്യക്തിയും ഒരു യഥാർത്ഥ അന്വേഷകനായിരിക്കും. ആ ചെറിയ ലോകം ബാഹ്യലോകത്തിന് പൂർണ്ണമായും അദൃശ്യമായിരിക്കും. അവിടെ അവർ അസ്തിത്വത്തിൻ്റെ ആഴമേറിയ മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെന്ന് ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തും. ഉള്ളിലേക്ക് പോകുന്നതിനായി ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് അപ്രത്യക്ഷരാകുക എന്നത് അവരുടെ രീതിയാണ്. സത്യമെന്നത് പ്രദർശിപ്പിക്കാനുള്ളതല്ല, അത് അനുഭവിക്കാനുള്ളതാണ്. അങ്ങനെയല്ലേ? ലോകത്തിന് അദൃശ്യനാകുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിൽ ദൃശ്യനാകാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ സ്പർശിക്കുന്നത് ആത്മീയതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യത്തെയാണ്. എന്തുകൊണ്ടാണ് എല്ലാ മതങ്ങളിലെയും മിസ്റ്റിക്കുകൾ ഒരേ കാര്യം വീണ്ടും വീണ്ടും ഉപദേശിച്ചിട്ടും ആളുകൾ അത് വിശ്വസിക്കാത്തത്? എന്തുകൊണ്ടാണ് വിശ്വാസം ആത്മീയ യാത്രയിൽ ഒരു തടസ്സമായി മാറുന്നത്? ഇനി നമുക്ക് വിശ്വാസത്തെയും അനുഭവത്തെയും കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ആളുകൾ മിസ്റ്റിക്കുകളെ വിശ്വസിക്കാത്തതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് ആ ഭാഷ മനസ്സിലാകുന്നില്ല. മറ്റൊന്ന്, വിശ്വാസം എന്നത് ആന്തരികമായ ഒരു ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നു എന്നതാണ്. നമ്മൾ ഒന്നിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള ഒരു സംശയം ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഓരോ വിശ്വാസവും അതിൻ്റെ കൂടെ ഓരോ സംശയത്തെയും വഹിക്കുന്നുണ്ട്. ഇത് നമ്മളെ മാനസികമായി 2 ഭാഗങ്ങളായി പിളർത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരമൊരു ഭിന്നിപ്പിൽ ഇരുന്നു കൊണ്ട് ഒരാൾക്ക് എങ്ങനെ സന്തോഷവാനായിരിക്കാൻ കഴിയും? വിശ്വാസം എന്നത് കാര്യങ്ങളെ വിപരീതമാക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുന്നവർ എപ്പോഴും അതീവ ഗൗരവമുള്ളവരായിരിക്കും. പള്ളികളിലോ അമ്പലങ്ങളിലോ പോയാൽ അവിടെ ആളുകളുടെ മുഖത്ത് കാണുന്നത് ഗൗരവവും വിഷാദവുമാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിരീക്ഷിക്കാവുന്നതാണ്. അവർ ആസ്വദിക്കാൻ മറന്നുപോയിരിക്കുന്നു. എന്നാൽ മിസ്റ്റിക്കുകൾ അങ്ങനെയല്ല. അവർ ആഘോഷിക്കുന്നവരാണ്. അവർക്ക് ദൈവം എന്നതൊരു സിദ്ധാന്തമല്ല, മറിച്ചൊരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ചുറ്റും എപ്പോഴും ആനന്ദത്തിൻ്റെ ഒരു നൃത്തമുണ്ടാകും. ഒരു മിസ്റ്റിക് സംസാരിക്കുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നാണ്. എന്നാൽ പുരോഹിതൻ സംസാരിക്കുന്നത് ശിരസിൻ്റെ ഭാഷയാണ്. പണം അന്വേഷിക്കുന്നവന് പണത്തിൻ്റെ ഭാഷയും ലൈംഗികത തേടുന്നവന് അതിൻ്റെ ഭാഷയും മാത്രമേ മനസ്സിലാകൂ. മിസ്റ്റിക്കുകൾ സംസാരിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്കതീതമായ രഹസ്യങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന് അവർ ഒരു ഭ്രാന്തനായി തോന്നും. ഒരു മിസ്റ്റിക്കിനെ മനസ്സിലാക്കാൻ നമ്മൾ സ്വയം ഒരു മിസ്റ്റിക്കായി മാറേണ്ടതുണ്ട്. യുക്തിയുടെ ചട്ടക്കൂടുകൾ ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ അയുക്തികമായ സത്യത്തെ തൊടാൻ കഴിയും. സൂഫികൾ പറയുന്നത് വിശ്വാസം വിരസതയും കാഠിന്യവും നൽകുന്നു എന്നാണ്. എന്നാൽ അറിയുന്നവൻ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നവനാണ്. അവൻ ഒരിക്കലും കെട്ടിക്കിടക്കുന്നില്ല. അവൻ എപ്പോഴും പരിശുദ്ധനും പുതിയതുമാണ്. മതമെന്നത് വിശ്വസിക്കാനുള്ളതല്ല, മറിച്ച് ഓരോ നിമിഷവും ജീവിക്കാനുള്ളതാണ്. നമ്മിൽ മൗലികമായ ഒരു മാറ്റം ഉണ്ടാകാത്തിടത്തോളം കാലം ഗ്രന്ഥങ്ങൾ കത്തിച്ചതുകൊണ്ടോ ആചാരങ്ങൾ മാറ്റിയതുകൊണ്ടോ യാതൊരുവിധ കാര്യവുമില്ല. നമ്മുടെ ബോധത്തെ ഒരു കണ്ണാടിയായി മാറ്റുക എന്നതാണ് ഇവിടെ പ്രധാനം. സ്നേഹമുള്ളവരെ, വിശ്വസിക്കരുത്, പകരം അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് സത്യം കണ്ടെത്താൻ കഴിയൂ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ആത്മീയ തീർത്ഥാടനം ഇവിടെ പൂർത്തിയാവുകയാണ്. സൂഫിസത്തിൻ്റെ ആഴമേറിയ കടലിൽ നമ്മൾ ഒരുപാട് മുത്തുകൾ തിരഞ്ഞു. ഇനിയും തിരയാൻ കിടക്കുന്നു. അവസാനമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയുക എന്നതാണ്. എന്തുകൊണ്ടാണ് സദാചാര നിയമങ്ങളും കടുത്ത അച്ചടക്കവും പിന്തുടരുന്നവർ പോലും പലപ്പോഴും അസന്തുഷ്ടരായി കാണപ്പെടുന്നത്? സ്വാതന്ത്ര്യവും ആനന്ദവും തമ്മിലുള്ള ബന്ധമെന്താണ്? പലരും പറയാറുണ്ട്, ഞാൻ എല്ലാ നിയമങ്ങളും പാലിക്കുന്നു, അച്ചടക്കത്തോടെ ജീവിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ അസന്തുഷ്ടനായിരിക്കുന്നതെന്ന്. ഇതിനുള്ള ഉത്തരം ഈ ചോദ്യത്തിൽ തന്നെയുണ്ട്.
ഈ ഞാനെന്ന ഭാവം തന്നെയാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. അഹന്തയുടെ അഭാവത്തിൽ മാത്രമുണ്ടാവുന്ന ഒന്നാണ് ആനന്ദം. നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നത് ഒരു വലിയ കാര്യമായി കാണുമ്പോൾ നമ്മുടെ അഹന്തത കൂടുതൽ വിശുദ്ധവും കപടമാകുകയുമാണ് ചെയ്യുന്നത്. ഈ ഞാൻ അപ്രത്യക്ഷമാകുമ്പോൾ മാത്രമേ ദുഃഖവും നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകൂ. അതുപോലെ അച്ചടക്കം എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതൊരു നിയന്ത്രണമല്ല, മറിച്ച് ഒരു ശിഷ്യനായിരിക്കുക എന്നതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അതായത് എപ്പോഴും പുതിയ കാര്യങ്ങൾ അഭ്യസിക്കാനുള്ള സന്നദ്ധതയും തുറന്ന മനസ്സും ഉണ്ടായിരിക്കുക എന്ന്. എനിക്കറിയാമെന്ന് പറയാതെ അറിഞ്ഞതിനെപ്പോലും മാറ്റിവെച്ച് പുതിയതിലേക്ക് നോക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. ഇതാരെങ്കിലും അടിച്ചേൽപ്പിക്കുന്നതല്ല, മറിച്ച് ഒരു ഗുരുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് സ്വാഭാവികമായി നമ്മളിൽ ഉണ്ടാവേണ്ടതാണെന്നാണ് സൂഫിസം പറയുന്നത്. സൂഫിസം പറയുന്നു, മതത്തിന് സദാചാര നിയമങ്ങളുമായി നേരിട്ട് ബന്ധമില്ല എന്നാണ്. മതപരനായ ഒരു മനുഷ്യൻ സന്മാർഗിയായി ജീവിക്കുന്നത് നിയമങ്ങൾ ഭയന്നല്ല, മറിച്ച് അതവൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. അയാൾക്ക് നല്ലതെന്നും ചീത്തയെന്നും വേർതിരിവുകളില്ല. നല്ലത് താനെ സംഭവിക്കുകയാണ്. സന്മാർഗിയാവാൻ നിർബന്ധിക്കപ്പെടുന്നവൻ അസന്തുഷ്ടനായിരിക്കും. എന്നാൽ ധ്യാനത്തിലൂടെ നമ്മുടെ ബോധമുണരുമ്പോൾ സന്മാർഗം ഒരു സുഗന്ധം പോലെ നമ്മളിൽ നിന്നും പുറപ്പെടും. സ്ഥിരമായ നിയമങ്ങളോട് ഒട്ടിപ്പിടിക്കുന്നത് ബോധമില്ലാതെ ജീവിക്കുവാനുള്ള സൗകര്യത്തിനാണ്. എന്നാൽ സൂഫിസം നമ്മളെ അപകടകരമായ എന്നാൽ മനോഹരമായ ഒരു സാഹസിക യാത്രയിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. മൃദമായ നിയമങ്ങളെയും ഗ്രന്ഥങ്ങളോടുള്ള അമിത ആസക്തിയെയും ഉപേക്ഷിക്കുക. ഒരു കണ്ണാടി പോലെ ബോധത്തോടെ ഓരോ നിമിഷത്തെയും അഭിമുഖീകരിക്കുക. സ്വാതന്ത്ര്യമുള്ളവർക്ക് മാത്രമേ സന്തോഷവാനായിരിക്കാൻ കഴിയൂ. മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടുമെന്ന തത്വം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുക. ഈ കുറച്ചു സമയം നമ്മൾ പങ്കുവെച്ചത് വെറും അറിവുകൾ മാത്രമല്ല കേട്ടോ, മറിച്ച് ബോധത്തിലേക്കുള്ള ചില ചൂണ്ടുപലകകളാണ്. ദിവ്യബോധം എന്നത് പുറത്ത് തിരയേണ്ട ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെ വിരിയേണ്ട അനുഭവമാണ്. നിയമങ്ങളെക്കാൾ ബോധത്തിന് വില നൽകുക, അറിവിനേക്കാൾ സ്നേഹത്തിന് പ്രാധാന്യം നൽകുക. ഇന്നത്തെ നമ്മുടെ സൂഫി ചിന്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ നമ്മളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ആ പ്രകാശം മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ദിവ്യമായ ആ ബോധം നിങ്ങളിലെന്നും പ്രകാശിക്കട്ടെ. നന്ദി, നമസ്കാരം. സ്നേഹമായിരിക്കുക, ആനന്ദമായിരിക്കുക.